ഫ്രണ്ട്സ്, അദ്വൈതം ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതിയൊരു ബ്ലോഗായിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മളിപ്പോ എവിടെയാണ് സിദ്ധുവാരി? നമ്മളെ പഴയ വീഡിയോയിൽ കണ്ട ആ പറമ്പിൽ ഏത് പറമ്പെന്നറിയോ? നമ്മുടെ റംബുട്ടാൻ. ഈ റംബുട്ടാൻ മരം കണ്ടില്ലേ? ആ റംബുട്ടാൻ മരത്തിന്റെ അടുത്തായിട്ടാണ്. അന്ന് പഴയൊരു വീഡിയോയിൽ റംബുട്ടാൻ പറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മുരിങ്ങയ്ക്ക് പറിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പറമ്പിൽ ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ബ്ലോഗ് എടുക്കാനാണ്. അപ്പോൾ കുറേ നാളായി നമ്മൾ ബ്ലോഗ് ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീഡിയോ എന്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ കമോൺ. കണ്ടേ, അന്നത്തെ റംബുട്ടാൻ അന്ന് നമ്മുടെ സീസൺ അല്ലാതെ അല്ലേ, സീസൺ അല്ലാതെ കുറച്ച് റംബുട്ടാൻ അന്ന് പറിച്ചു. അപ്പോൾ അത് പറിച്ചെടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും തിളർത്തു. ഇപ്പോൾ സീസണാണ് എല്ലായിടത്തും അല്ലേ? ഇപ്പം എല്ലാ റംബുട്ടാൻ മരത്തിലും എല്ലായിടും ഞാൻ കണ്ടിട്ടുണ്ട് നിറച്ച് നിൽപ്പാണ്. ഞങ്ങളുടെ റംബുട്ടാൻ മരത്തിൽ ദേ നോക്കിയേ, കണ്ടോ? അടിപൊളിയായിട്ടുണ്ടല്ലേ സിദ്ധുകുട്ട? എന്നിട്ട് ഇനി നമുക്ക് ഇത് നിറച്ച് കായ്ച്ച് പറിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും ഒരു ബ്ലോഗൊക്കെ ചെയ്യാനും എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കാനും. അപ്പം ഇന്നിവിടെ ഭയങ്കര മഴ പെയ്തു രാവിലെ. ഇതിലൊക്കെ അതിൻ്റെ ഒരു ഇതിൽ വെയിലില്ല, നല്ല കാലാവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. മഴയൊക്കെ തോന്നല്ലേ? മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടോ, നല്ല റംബുട്ടാൻ മരം നിറച്ച് പൂട്ടിട്ടുണ്ട്. കണ്ടോ ഗൈസ്, അടുത്ത മഴയ്ക്കുള്ള ലക്ഷണമാണ്. മഴ കറുത്ത് കിടക്കുന്ന, മഴ പെയ്യുമോയെന്നറിയത്തില്ല. കണ്ടേ, ഇവിടെയൊക്കെ ഇത് ചെറിയൊരു റംബുട്ടാൻ മരം ഇവിടെ വേറെ നട്ടിരിക്കും. ഇതിൽ കുറച്ച് പൂവൊക്കെ നിൽപ്പുണ്ട്, കണ്ടോ? ഇതിലും പൂത്തിലഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ആദ്യം സിദ്ധുവും എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. മഴ വരുന്നല്ലേ സിദ്ധുക്കുട്ട? മഴ പെയ്യോ? അപ്പോൾ നമ്മൾ എന്തിനാ വന്നേ? നമുക്കിവിടെ ഒരു സംഭവം, ഒരു ഫ്രൂട്ട് നിറച്ചുണ്ടല്ലേ? എന്തിനാ വന്നേ? ഫ്രൂട്ട്സ് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കുറച്ച് സസ്പെൻസായിട്ട് കാണിച്ചു തരാം, അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. നിറച്ച്, അതായത് എന്തോന്ന് ഫ്രൂട്ട്സാ പേരറിയോ ആദിക്ക്? സ്വർണ്ണപ്പഴം പോലത്തെ അല്ലേ? അതാണ് ബറാവോ ഫ്രൂട്ട്സ്. എന്താ ബറാവോ? ഗൈസ്, ഞങ്ങളുടെ ഇവിടെ ബറാവോ ഫ്രൂട്ട്സ് പഴുത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ദേ നോക്കിയേ, എന്ത് ഭംഗിയാ! സ്വർണ്ണമുത്തുകൾ തൂങ്ങിക്കിടക്കുന്ന കണ്ടോ? ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ വില അറിയാമല്ലോ. അപ്പോൾ അതിന് നമ്മുടെ മരത്തിൽ സ്വർണം കായ്ക്കുന്ന മരം കണ്ടോ? ഭംഗിയായിട്ട് നിൽപ്പില്ലേ? അടിപൊളി. ആദ്യം സിദ്ധുവിന് ഇഷ്ടമാണോ ഇതൊക്കെ കഴിക്കാൻ? നമുക്ക് കഴിക്കാം അല്ലേ? അപ്പം ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ബറാവോ പഴം, ബറാവോ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പേര് ബറാവോ ഫ്രൂട്ട്സ്. അപ്പോൾ അത് എല്ലാം നമുക്ക് പറിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ ഓല ആദ്യം ഞാൻ കട്ട് ചെയ്തത്. അതിൻ്റെ മണ്ട നിറച്ച് വെള്ളം ഇരിക്കുകയാണ്. ഇന്ന് മഴ പെയ്തത് കൊണ്ടേ വെള്ളം നിൽപ്പുണ്ട്. അപ്പോൾ തലയിലൊക്കെ വെള്ളം വന്നു വീഴും. അപ്പോൾ അത് ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ, ആ ഓല. ഓക്കെ, ഈ ഓല കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ കൂടെ വെട്ടിക്കളയാം, എന്നാലേ നമുക്കിതെല്ലാം പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ ഗൈസ്, ഇത് നിറച്ച് നിൽപ്പുണ്ട്. നല്ല ഭംഗിയല്ലേ? നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ഭയങ്കര മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണിതിന്. ഓക്കെ സിദ്ധുക്കുട്ടാ, നമുക്കിതെല്ലാം പറിച്ചെടുക്കാമോ? പറിച്ചെടുക്കണ്ടേ?
കുട്ട സിദ്ധു നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം പറിച്ചെടുക്കാമോ? ഓക്കെ, കളയരുതേ. ലാസ്റ്റ് ഒരുമിച്ച് നമുക്ക് കാണാം. എല്ലാം പറിച്ച് ഒരു അരുവിന്ന് എടുക്കുക. വവ്വാലും കാക്കയൊക്കെ കൊണ്ടുപോകാത്തത് എന്തോ ഭാഗ്യം. എല്ലാം ഒരുമിച്ച് പഴുക്കാൻ വേണ്ടിയല്ലേ നമ്മൾ നിർത്തിയിരുന്നത്. ആ പച്ച പറിക്കണ്ട മോനു, നല്ല ഗോൾഡ് കളറായിട്ട് നിൽക്കുന്ന അതെല്ലാം പറിച്ചെടുക്കും. രണ്ടുപേരും നമ്മുടെ ഫ്രൂട്ട്സ് പറിക്കുന്ന കാഴ്ചയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ. കണ്ട ഗൈസ്, എന്ത് ഭംഗിയാണ് നിറച്ച് നിൽക്കുന്നത്. കണ്ടോ, സ്വർണ്ണപ്പൊട്ടുകൾ നിൽക്കും പോലെ നിൽക്കുന്നുണ്ട്. എവിടെ എവിടെ സിദ്ധു കിട്ടാ? ഇതിന് മീറുണ്ട് കേട്ടോ. ഉറുമ്പാ? അത് കടിക്കുന്ന ഉറുമ്പല്ല മോന്. പറിച്ചോളൂ. സിദ്ധുവിൻ്റെ തലയിലൊക്കെ വെള്ളമാവുന്നു തോന്നുന്നു മോന്. മമ്മി തൊപ്പി എടുക്കാൻ പറഞ്ഞതാണ്, എന്നിട്ട് രണ്ടുപേരും തൊപ്പി എടുത്തില്ല. കാണാൻ എന്ത് രസമാണ്. സിദ്ധുക്കുട്ടന് ഭയങ്കര ഇഷ്ടം അല്ലേ സിദ്ധു ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചെടുക്കുന്നത്? ആദ്യം താല്പര്യം അല്ലേ? ഇന്ന് ഒത്തിരി നേരം പറിക്കാനുണ്ടല്ലോ, എല്ലാം പറിച്ചെടുക്കുക. കണ്ടോ ഗൈസ്, നല്ല ഡാർക്ക് ഓറഞ്ച് കളറായിട്ട് നിൽക്കുന്നത് നല്ല മധുരമായിരിക്കും. ഇതിപ്പോൾ എല്ലാം നല്ല പഴുത്തിട്ടുണ്ട്. തീരാറായോ? ഇല്ല. ഈ മരം ആരിന്റെ വീട്ടിലുള്ളവര് കമന്റിലും കൂടെ എന്താ ഈ ഫ്രൂട്ട്സ് അല്ലേ? ഈ ഫ്രൂട്ട്സ് ആരുടെയൊക്കെ വീട്ടിൽ ഈ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമന്റ്. ഇപ്പൊ ഇതിന്റെ സീസണാണ്, അതുകൊണ്ടാണ് നിറച്ച് കായ്ച്ചു നിൽക്കുന്നത് കേട്ടോ. നിറച്ച്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറേച്ചൊക്കെ കായ്ച്ചു നിൽക്കാറുണ്ട്. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് നിറച്ച് കായ്ച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പച്ചയായിരുന്നപ്പോൾ എല്ലാം ഒരുമിച്ച് പഴുക്കട്ടെ. പഴുക്കുമ്പോൾ ഇതുപോലെ കാണിക്കാനൊക്കെ ഭയങ്കര രസമല്ലേ? കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇത് പറിക്കാതെ ഒരുമിച്ച് പറിക്കുക. എന്നിട്ട് ഡൗട്ടുണ്ടായിരുന്നു വവ്വാലോ കാക്ക ഇതിന് നമ്മൾ കുറേച്ചൊക്കെ കായ്ച്ച് നിൽക്കുമ്പോൾ വവ്വാലൊക്കെ അത്രയും കൊണ്ടുപോകും. അപ്പോൾ വവ്വാൽ കടിക്കുന്നതൊന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു. ഇപ്പം നിറച്ച് കഴിച്ച് എന്തോ ഭാഗ്യത്തിന് വവ്വാലിൻ്റെ കണ്ണിൽ പെട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കായ്ച്ച് തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഫുള്ളൊന്ന് വലയിട്ട് നിർത്താമെന്ന്. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. വലയിട്ട് നിർത്താതെ തന്നെ വവ്വാൽ തൊട്ടിട്ടില്ല. മമ്മി ഒരു കപ്പൂടെ എടുത്തിട്ടാണ് ഇതിൽ പറിച്ചു. അല്ലാതെ രണ്ടുപേര് കയ്യിൽ വെച്ചിരുന്നാലേ പറ്റത്തുള്ളൂ. അത് നിറയാറായി അത്. ഓ സിദ്ധു ഇത്ര മറിച്ചാ? സിദ്ധു ഞാനും കൂടെ. അതെ, ഇതിൽ പറിച്ചിടാം. അല്ലെങ്കിൽ അവിടെ കൊണ്ടേ മോയെ ഒരു കാര്യം ചെയ്താൽ മതി. ഇത് അവിടെ കൊണ്ട് തട്ടി വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതി. ആ ഡോറിൻ്റെ അടുത്തേ തട്ടി വെച്ചിട്ട് ആ സാധനം കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുമോ? പിന്നെ സൂപ്പർ ടേസ്റ്റിലാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ അറുത്തോണ്ട് തന്നാലും കഴിക്കത്തില്ലല്ലോ. കഴിച്ചോ, ഇത് മധുരവും പുളിയും കൂടെ ഒത്തുള്ളതാണ് ഇതിന്റെ ടേസ്റ്റ്. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടോ? പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ഗൈസ് ഒരു കാര്യമുണ്ട്. ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ ഇല്ലേ, മാംഗോസ്റ്റിൻ എന്ന് പറയുന്ന ഫ്രൂട്ടില്ലേ, അതുപോലത്തെ അല്ലികളാണ് ഇതിൻ്റെ അത്. നമ്മൾ ഈ തൊലി ഇളക്കി നോക്കുമ്പോൾ മാംഗോസ്റ്റിൻ പോലെ 4 or 5 അല്ലികളായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സീഡ് അങ്ങ് കളയണം. അതുപോലത്തെയാണ്. പക്ഷെ ടേസ്റ്റ് അതുപോലെയല്ല. പുളിയും മധുരവും എല്ലാം കൂടെ ഒത്തിണങ്ങിയതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഭയങ്കര വെള്ളം കഴിച്ചു, മഴ പെയ്തതുകൊണ്ട് തലയിലൊക്കെ വെള്ളം. അത് നല്ല രാത്രി ഭയങ്കര മിന്നലൊക്കെ ഇടിവെട്ടും. പാതിരാത്രി 1 മണിയൊക്കെ ആയപ്പോൾ ഭയങ്കര ഇടിവെട്ടും എല്ലാം ആയിരുന്നു. അത് കഴിഞ്ഞ് തോന്നുന്നു രാവിലെ 10 മണിയൊക്കെ ആയപ്പോൾ പെരുമഴ.
അപ്പോൾ മഴ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ മരം ഈ മരം നിറച്ച് വെള്ളം നിൽക്കുക. അപ്പോൾ തലയിലൊക്കെ വെള്ളം വീഴുന്നുണ്ട്. നിറയാറായോ സിദ്ധു? നിറഞ്ഞെന്ന് പറയാം. ഇത് പച്ച അടുത്തെടുക്കരുതേ, ആ പുറത്തിരിക്കുന്ന പച്ചയാണ്. അതെന്തിനാണ് അടുത്തത്? ആ ഞാൻ കൊണ്ടൊരു കാര്യം ചെയ്യാം, അവിടെ തട്ടി വെച്ചിട്ട് അവിടെ പതുക്കെ കൊണ്ട് സ്ഥലമുണ്ട്, കളഞ്ഞു പോകും. ഇപ്പോൾ ഇത്രേ പറിച്ചെടുക്കുന്നുള്ളൂ. മഴയൊക്കെ കറക്കുന്നുണ്ട്. അതിനി ബാക്കി ഇനി കുറച്ചുകൂടെ അത് പഴുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്തത് അത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. കാണിക്കാം ഒരുമിച്ച്, നമുക്ക് അതിൽ ആക്കിയിട്ട് ഒരുമിച്ച് കാണിക്കാം അല്ലേ? അതല്ലേ നല്ലത്. ഗൈസ്, റംബുട്ടാനിൽ പൂ നിറച്ച് നിൽക്കുന്നുണ്ടാ. അവിടെ വെച്ചാ മോനു? ഫ്രൂട്ട്സൊക്കെ അവിടെ ഒരിടത്ത് വെച്ചായിരുന്നു. സിദ്ധുക്കുട്ടി എന്ത് ചെയ്യുന്നേ? ഫ്രൂട്ട്സ് ഒരുമിച്ചാക്കുന്നതോ? ഓക്കെ. അങ്ങനെ മഴയത്തുള്ള ഒരു വ്ളോഗ് അല്ലേ മോനു? ചെറിയ തണുപ്പ്, വെയിലില്ലാത്തത് കൊണ്ട് കൊള്ളാം അല്ലേ? അങ്ങനെ ഞങ്ങളിവിടെ ഒത്തിരി ഫ്രൂട്ട്സൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു ഫ്രൂട്ട്സ് കാണിച്ചു തരാം. പിന്നെ കണ്ടോ, മരിച്ചിനി, കപ്പ. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇതിന് മരിച്ചിനി എന്നാണ് പറയുന്നത്. കപ്പ പലവട്ടം പല ഇതിലാണ് കപ്പ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റംബുട്ടാൻ്റെ മരമുണ്ട് കണ്ടോ. അത് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ പൂത്ത് നിറച്ച് നിൽപ്പുണ്ട്. ആദ്യം നമ്മളിവിടെ ഓറഞ്ച് നട്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ ഓറഞ്ച് കാഴ്ച നിൽക്കുന്നേ? ആ 3 ഓറഞ്ച് പഴുത്ത് നിൽക്കുകയാണ്. കാണിച്ചു തരാം. സിദ്ധുക്കുട്ട, ഓറഞ്ച് നമ്മൾ ഇവിടെ ഓറഞ്ച് നട്ടിരിക്കുന്നത് സിദ്ധു കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? നമ്മളിത് അവിടെ ഓറഞ്ച് നട്ടിരിക്കുകയാണ്. 3 ഓറഞ്ച് ഉണ്ട് അതിൽ. അതായത് അതൊക്കെ കുറേ ദിവസമായി. ജ്യൂസ് ഓറഞ്ചാണേ. ജ്യൂസ്, അതായത് വെള്ളം കുടിക്കാനുള്ള ഓറഞ്ച്. അതെ, അവിടെ നിൽപ്പുണ്ട്. മമ്മി കാണിച്ചു തരാം. വരും ജ്യൂസ് ഓറഞ്ച് ഗൈസ്. ജ്യൂസ് ഓറഞ്ച് ഇതാണ്. ചെറുതാ ഗൈസ്. ഇല്ല എടുക്കാം. കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നന്നായിട്ട് പഴുത്തിട്ട് നമുക്ക് ഇതിനെയും കൂടെ പറിച്ചെടുത്ത് മമ്മി ജ്യൂസ് അടിച്ചു തരാം. ഓക്കെ. കണ്ടോ ഗൈസ്, ഇതിപ്പോൾ മഴയായ പിന്നെ നന്നായിട്ട് വളരെ ഇത് ചെറുതയോ തൈയാണ്. ചെറുതിൽ ഇപ്പോൾ പൂവൊക്കെ നിൽപ്പുണ്ട്. പൂവ് കുഞ്ഞൊരു കാ നിൽപ്പുണ്ട്. അത് 3 ഒരേ സൈസാണ്, ഒരേ പാകത്തിനുള്ളതാണ്. കണ്ടോ? വലിയ മരമാകുമ്പോൾ നമുക്ക് ഇതൊക്കെ അത്ഭുതമല്ലേ ഇവിടെയൊക്കെ. നമുക്ക് അയ്യോ അത് ഇന്നലത്തെ രാത്രിയത്തെ മഴയത്ത് കൊലയെല്ലാം ഒടിഞ്ഞു പോയതാണ് മോനെ. പഴം പഴുത്തില്ല. അത് മധുര എണ്ണാൻകില്ല. അത് കിടക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ, എടുക്കണ്ട. നമുക്ക് എങ്ങനെ അതാണ് മധുര എണ്ണ. നല്ല കുഞ്ഞു പഴയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ. അത് നമുക്ക് അങ്ങനെ കിടന്ന് പഴുത്തോളും. അപ്പോൾ എടുക്കാം കേട്ടോ. അത് ഈ സിദ്ധു ആ ഫ്രൂട്ട്സിൻ്റെ ഈ മരത്തിൻ്റെ പേരറിയാമോ? ഇതൊരു ഫ്രൂട്ട്സ് മരമാണ്, നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? ഇതാണ് മാജിക്കൽ ഫ്രൂട്ട്. കണ്ടോ ഗേസ്? ഇത് ഇപ്പോൾ കായ്ച്ചിട്ടില്ല, ഉടനെ കായ്ക്കും. മാജിക്കൽ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താ അറിയോ?
അറിയില്ലേ? മാജിക്കൽ ഫ്രൂട്ട് അല്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ മാജിക്കൽ ഫ്രൂട്ട്സിൽ നിന്ന് ഒന്ന് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് വസ്തു കഴിച്ചാലും ഇപ്പൊ ഓർമ്മ വന്നോ? ഇപ്പൊ മനസ്സിലായി, ഓർമ്മ വന്നോ? പുളിയുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരമായിട്ട് തോന്നും. അത് 2 മണിക്കൂർ വരെ ഇരിക്കും. ഒരു പുളിച്ചിക്കയോ പച്ച നാരങ്ങ കഴിച്ചാലും അത് നല്ല മധുരമുള്ളതായിട്ട് ഇരിക്കും. അതാണ് ഈ മാജിക്കൽ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കാച്ച് നല്ല റെഡ് കളറിൽ പഴുത്ത് നിറച്ച് നിൽക്കുമായിരുന്നേ. അപ്പോൾ മമ്മി പറിച്ചുകൊണ്ട് തന്നത് ഓർമ്മയില്ലേ? എന്നിട്ട് നിങ്ങളോട് പുളിയുള്ള സാധനം കഴിച്ചപ്പോൾ നിങ്ങൾ അതിശയിച്ചു വല്ലോ 2 പേരും. ഇനിയിപ്പോൾ കായ്ച്ചില്ല, അതിപ്പോൾ അടുത്ത് കായ്ക്കുമ്പോൾ നമുക്ക് കാണിക്കാം അല്ലേ? 2 പേരും വീഴരുത്, ചെളിയുണ്ട്, നോക്കി നടന്നു. ചെരുപ്പ് അത് ചവിട്ടിക്കളയാം, കുഴപ്പമില്ല. അത് കിണർ മോനു, കിണർ. അതിൻ്റെ പൊടിയൊന്നും തട്ടിക്കിടരുത് അതിനകത്ത്. മഴ പെയ്തപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ പുറത്ത് വീണ് കിടക്കുന്നു. അതാണ് നമ്മുടെ കുഞ്ഞിക്കിണർ അല്ലേ? ഏത് വെയിലത്തും വെള്ളം കിട്ടുന്ന കിണർ. ഇതെന്താണെന്നറിയോ സിദ്ധു? മമ്മി നട്ടിരിക്കുന്ന ഇത് ചെടി നെല്ലി. ഇതാണ് നെല്ലി. കണ്ടപ്പോൾ നന്നായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. മഴ പെയ്ത പിന്നെ നല്ലതായിട്ട്. നെല്ലിക്ക അറിയില്ലേ? നെല്ലിക്ക കടയിൽ നമ്മൾ ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെ ചെയ്യുന്ന നെല്ലിയാണ്. ചെളിയല്ലേ മോന് ഇവിടെയൊക്കെ? അത് അറിയില്ലേ? എന്നാ ഇതാണ് ഓറഞ്ച്. അത് ഓറഞ്ച്. അത് സാധാരണ അത് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ചാണ് മോനുസേ. ഇതോ? ഇത് ഞാൻ മമ്മി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു കുഞ്ഞ് തൈയായിരുന്നു, ഓറഞ്ച് തൈ. ഭയങ്കര മുള്ളുണ്ട്. ഇത് ഓറഞ്ച് ആണോന്ന് എനിക്കറിയില്ല. ഓറഞ്ച് ആണെന്ന് വിചാരിച്ചാണ് മമ്മി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി. ഇപ്പം നല്ല വലുതായിട്ട് നിപ്പുണ്ട്. കണ്ടോ ഗൈസ്? ഇത് ഓറഞ്ച് ആണോന്ന് അറിയത്തില്ല. ഓറഞ്ചിൻ്റെ മണമാണോ? അത് വിശ്വസിക്കാമല്ല. നാരകം അതും എല്ലാം സെയിം മണമാണ്. അതുകൊണ്ട് ഇത് കായ്ച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ ഓറഞ്ചാണോ നാരകമാണോ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം കായ്ക്കുമ്പോൾ. ഇതാണ് ഗൈസ് പൊന്നാങ്കന്നിച്ചീര. അറിയോ? മരുന്നാണ്. പച്ചയായിട്ട് അത് വെയിൽ കൊള്ളുമ്പോൾ നല്ല റെഡ് കളറിൽ വരും. കണ്ടോ? പൊന്നാങ്കന്നിച്ചീര. ഞാൻ വെച്ച് തന്നിട്ടില്ല ആദ്യം? ഒത്തിരി ദിവസം വെച്ചിരുന്നു. സാധാരണ ഗൈസ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കണ്ണിന് നല്ലതാണ്. 40 ദിവസം ഇത് തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പല അസുഖങ്ങൾക്കും. ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട്, ഞങ്ങളുടെ വീട്ടുകടയിലൊക്കെ ഒത്തിരി നട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയും എല്ലാമായിട്ട് ചേർത്ത് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കണം. അതാണ് പൊന്നാങ്കന്നിച്ചീര. കണ്ടോ? ഇത് ഇളതാണ്, വെയിലടിക്കാതെ നല്ലതായിട്ട് ഇളകിയ മണ്ണിൽ പടർന്ന് കിടക്കുന്നത്. ഇപ്പോൾ പലരുടെയും വീട്ടിലുണ്ട്. യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ പൊന്നാങ്കന്നിച്ചീരയുടെ സവിശേഷതയൊക്കെ അറിയാൻ പറ്റും. ഞാൻ ഇവിടെ അവിടെ ആയിട്ട് നട്ടിട്ടുണ്ട് ഈ പറമ്പിൽ. പിന്നെ വീട്ടുനടയിൽ ഒത്തിരി ഉണ്ട്. ഇത് പച്ച കളറാണ്. നല്ല വെയിലടിക്കുന്ന ഭാഗം റെഡ് കളറിൽ വരും. കണ്ടോ? ഇതൊക്കെ ചെറിയ റെഡ് കളറിൽ നിൽക്കണം. ഇതൊക്കെ മിറ്റിയതാണ്. വെയിൽ കൊണ്ട് വരുമ്പോൾ ഇതുപോലെ ചുമന്ന കളറിലാണ്. ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിൽ. എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പല അസുഖങ്ങളും മാറി. കണ്ടോ ഗൈസ്? ഇത് ഞാൻ ഇവിടെ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് പൊന്നാങ്കന്നിച്ചീര. കണ്ടോ? ഇത് കണ്ടോ? റെഡ് കളറിൽ നിൽക്കുന്നത്. ഇത് അത്രയും ഒത്തിരി ഇത് തറയിലല്ലാത്തവർ കണ്ടോ? വെയിലടിച്ച് റെഡ് കളറിൽ നിൽക്കുന്നത് കണ്ടോ? ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് കണ്ടോ നിറച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടുകടയിൽ നിറച്ച് ഉണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ 40 ദിവസമൊന്നും കൊടുത്തിട്ടില്ല, ഇവന്മാർ കഴിക്കത്തില്ല. അപ്പോൾ അതെന്തോന്ന്? നമുക്ക് പോവാമോ മോനുസേ? പോവാമോടാ സിദ്ധു? എന്തേ പോവാമോ? മതിയായല്ലേ?
അതിന്റെ തൊലി കളഞ്ഞിട്ട് കൊള്ളായിരിക്കോ? പിന്നെ നല്ല ടേസ്റ്റ്. തൊലി എടുത്ത് കളയി. കടിച്ചു ആ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിന്റെ തോട് കളയും. എവിടെയെങ്കിലും ഒരു മിനിറ്റ്. പിതുക്കി എടുക്കാത്തോട് പുറത്താക്കും ഫുള്ള്. അത് ഒരു പിതുക്ക് കൊടുത്താൽ മതി മോനോ. എവിടെ പുളിപ്പുണ്ട്. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് അതിൻ്റെ അകം ഇരിക്കുന്നത്. കണ്ടോ, മാംഗോസ്റ്റീൻ പഴത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. കാണാൻ മാംഗോസ്റ്റീൻ ഫ്രൂട്ട് പോലെ ഇരിക്കും അതിൻ്റെ അകം. പുളിപ്പും അല്ലേ? കഴിച്ചോ? പുളിപ്പുണ്ട്, മധുരമുണ്ട്. സൂപ്പർ സൂപ്പർ, അടിപൊളി. ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ടുപേർക്കും പറയാം. സോ ഫ്രണ്ട്സ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ഇല്ലാത്ത സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ബൈ.